എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഐട്യൂൺസിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഐട്യൂൺസ്, എന്തെല്ലാമാണ് ഐട്യൂൺസിൻ്റെ ഉപയോഗങ്ങൾ, എങ്ങനെ നമ്മുടെ വിൻഡോസിലേക്ക് ഐട്യൂൺസ് ഡൗൺലോഡ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോ കവർ ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലത്തെ കൂടെ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഐട്യൂൺസ് ആപ്പിൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്ത സോഫ്റ്റ്വെയർ തന്നെയാണ്. ഐട്യൂൺസ് ഉപയോഗിച്ച് നമുക്ക് വിൻഡോസിലുള്ള ഫയൽസിനെ ഐഫോണിലേക്കും ഐഫോണിലുള്ള ഫയൽസിനെ വിൻഡോസിലേക്കും ഷെയർ ചെയ്യാൻ പറ്റും. ഐട്യൂൺസിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം ഐട്യൂൺസ് ഉപയോഗിച്ച് നമുക്ക് ഐഫോണിനെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഐട്യൂൺസ് ഉപയോഗിച്ച് ഐഫോണിനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോ സംസാരിക്കാം. ഇത്രയുമാണ് ഐട്യൂൺസിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗങ്ങൾ. ഇതല്ലാതെ കുറേ യൂസ് ഐട്യൂൺസിനുണ്ട്, അതിനെപ്പറ്റിയെല്ലാം നമുക്ക് സംസാരിക്കാം. അടുത്ത് നമുക്ക് എങ്ങനെ ഐട്യൂൺസ് നമ്മുടെ വിൻഡോസിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ഐട്യൂൺസിനെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ വേ നോക്കാം. നമുക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് തന്നെ ഐട്യൂൺസിനെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഇവിടെ സെർച്ച് ബാറിൽ ഐട്യൂൺസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഐട്യൂൺസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ ഐട്യൂൺസിനെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്പിളിൻ്റെ മറ്റ് സോഫ്റ്റ്വെയറും ഈ ഒരു സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഐട്യൂൺസ് ഉണ്ട്, ആപ്പിൾ മ്യൂസിക്, ഐക്ലൗഡ്, ആപ്പിൾ TV, ആപ്പിൾ ഡിവൈസ്. രണ്ടാമതായി നമുക്ക് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ഐട്യൂൺസ് ഫോർ വിൻഡോസ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾ രണ്ടാമത്തെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പേജിലേക്ക് പോകും. ഇത് 64 ബിറ്റിൻ്റെയാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങളുടെ PC 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ എന്ന് നോക്കുക. എൻ്റെ ഡിവൈസ് 64 ബിറ്റാണ്. താഴേക്ക് പോകാൻ നേരം നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് കാണാൻ പറ്റും. ഇവിടെ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഐട്യൂൺസിനെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ്. ഈ രണ്ട് വഴിയും നമുക്ക് ഐട്യൂൺസിനെ നമ്മുടെ വിൻഡോസിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഐട്യൂൺസ് ഓപ്പൺ ചെയ്യാം. ആദ്യം നമ്മൾ ഐട്യൂൺസ് ഓപ്പൺ ചെയ്യാൻ നേരം ഈ ഒരു പേജാണ് വരുന്നത്. നമ്മളിവിടെ പെർമിഷൻസിനെ എഗ്രി ചെയ്യണം. പെർമിഷൻസിനെ എഗ്രി ചെയ്താൽ മാത്രമേ നമുക്ക് ഐട്യൂൺസ് യൂസ് ചെയ്യാൻ പറ്റൂ. എഗ്രി കൊടുക്കുക. ഇതാണ് ഐട്യൂൺസ് ഇൻ്റർഫേസ്. ഇവിടെ വെൽക്കം എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എഗ്രി കൊടുക്കാം. ഓക്കെ, ഇപ്പം ഐട്യൂൺസ് ഓപ്പൺ ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് നമ്മുടെ ഐഫോണിനെ വിൻഡോസിലേക്ക് കണക്ട് ചെയ്യാം. വിൻഡോസ് ആയതുകൊണ്ട് തന്നെ വയർലെസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കേബിൾ ഉപയോഗിച്ച് തന്നെ കണക്ട് ചെയ്യണം. ഞാനിവിടെ കണക്ട് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് ബോക്സ് കാണാൻ പറ്റും. ഡു യു വാണ്ട് ടു അലൗ ദിസ് കമ്പ്യൂട്ടർ ടു ആക്സസ് ഇൻഫർമേഷൻ ഓൺ 11 ഐഫോൺ. നമുക്ക് കണ്ടിന്യൂ ടാപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഡിവൈസ് ഒന്ന് അൺലോക്ക് ചെയ്യുക. ട്രസ്റ്റ് ദിസ് കമ്പ്യൂട്ടർ എന്ന മെസ്സേജ് ബോക്സ് നമ്മുടെ ഐഫോണിൽ വരും. നമുക്ക് ട്രസ്റ്റ് കൊടുക്കാം. പാസ്വേഡ് എൻ്റർ ചെയ്യണം. നമ്മുടെ ഡിവൈസും ഐട്യൂൺസുമായിട്ട് പെയർ ആയിട്ടുണ്ട്. വെൽക്കം ടു യുവർ ന്യൂ ഐഫോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടിന്യൂ ടാപ്പ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോണിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യാം. അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് എടുക്കാൻ പറ്റും. നമ്മുടെ ഐഫോണിൽ നിന്ന് നമ്മുടെ വിൻഡോസിലേക്ക് ഡേറ്റാസിൻ്റെ ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഇതേ രീതിയിലാണ് നമ്മൾ ഐട്യൂൺസും ഐഫോണും ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെ ഐഫോണിലേക്ക് ഫയൽസിനെ ഷെയർ ചെയ്യാമെന്നും അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ഐഫോണിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് ഫയൽസിനെ ഷെയർ ചെയ്യാമെന്ന് നോക്കാം. എങ്ങനെ നമ്മൾ ഐട്യൂൺസ് ഉപയോഗിച്ച് ഐഫോണിനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.